ഒരു 5-6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പഴനിക്ക് പോയി. രാവിലെ ഒരു 6:10 ട്രെയിനിലാണ് പോയത്. കൃത്യസമയത്ത് ട്രെയിൻ എത്തി. ട്രെയിനിൽ കയറി. ഒരു 3-4 പിള്ളേരുണ്ടായിരുന്നു നമ്മുടെ തൊട്ട് കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവർ നല്ല നല്ല പാട്ടുകൾ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കേട്ടിട്ടാണ് നമ്മൾ പഴനിയിലെത്തിയത്. ഒരു 8:45-9 മണിയാകുമ്പോൾ പഴനിയെത്തി. ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. നേരെ നമ്മളൊരു അടുത്തുള്ളൊരു ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എവിടെ നിന്നാണ് ആഹാരം കഴിക്കേണ്ടത് കേട്ടോ, നല്ല ഹോട്ടലിൽ നിന്ന് പറഞ്ഞു തരും പറഞ്ഞപ്പോൾ അയാളാണ് പറഞ്ഞത് ഇതാ തൊട്ടപ്പുറത്തുണ്ട്, നമ്മളൊക്കെ അവിടെ നിന്ന് കഴിക്കണം, നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു. അവിടെ പോയി നമ്മൾ 2 ഇഡ്ഡലി ഒരു ഊത്തപ്പം കഴിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. 130 റുപ്യ രണ്ടാൾക്ക്. 2 ചായയും കുടിച്ചു. അവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പഴനിക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, ശരി ഒന്ന് ആയാസത്തിലെ നടന്നു. പഴനി അടിവാരത്തെത്തി. തിരക്കൊന്നുമില്ല, ചൊവ്വാഴ്ചയല്ലേ, വലിയ തിരക്കൊന്നുമില്ല. നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴനിയിൽ. നമ്മൾ ഈ നടക്കുന്ന കുറച്ച് ദൂരം വണ്ടികളെയൊന്നും വിടാതെ നടക്കാൻ മാത്രമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെരുപ്പ് വെക്കണം, മൊബൈൽ ഫോൺ വെക്കണം. ഫോൺ മുകളിലേക്ക് കയറ്റിയിട്ട് വിടില്ല. അത് രണ്ടും വെച്ചു. മൊബൈൽ ഫോണിന് 5 റുപ്യ ഒരെണ്ണത്തിന്. ചെരുപ്പ് വയ്ക്കാൻ ഫ്രീ ആണ്. ഉമ്മർത്ത് കൂടെ തന്നെ കടത്തി വിടുന്നുണ്ട്, തിരക്കില്ലാത്തതുകൊണ്ട്. ചെക്കിങ് ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി നടന്നു, തിരക്കില്ല. മുകളിലെത്തി. ഒരു 15-20 മിനിറ്റിൽ മുകളിലെത്തി. മുകളിലും കാര്യമായി തിരക്കില്ല. അപ്പോൾ നമ്മളെന്താ തീരുമാനിച്ചേ, സ്പെഷ്യൽ ദർശനമില്ലേ, 100 റുപ്യ അതൊക്കെ. അപ്പോൾ നമ്മൾ 10 റുപ്യയുടെ ദർശനമുണ്ട്. ഒരാൾക്ക് 10 റുപ്യ, രണ്ടാൾക്ക് നമ്മൾ 20 റുപ്യ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. നമ്മൾ കയറുമ്പോൾ തന്നെ ഉള്ളിലൊന്നും തിരക്കില്ലാത്തതുകൊണ്ട് 100 റുപ്യയുടെ ലൈനിലേക്ക് നമ്മളെ കയറ്റി വിട്ടു. ഒരു 10 മിനിറ്റിനുള്ളിൽ ദർശനം കഴിഞ്ഞ് വെളിയിൽ ചാടി. അപ്പോൾ നമ്മൾ മുകളിലിപ്പോൾ ഒരു 11 മണി ആകാരായി. അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഈ പഞ്ചാമൃതം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്, ഒരു ചെറിയ കപ്പിൽ വരുന്ന അത് കിട്ടും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ തക്കാളി സാദം, അതുകൊണ്ട് വെജ് ബിരിയാണി ഉണ്ട്, വെജിറ്റബിൾ ബിരിയാണി, ഒരു ചെറിയ കുറുമയും. ഇത് നിറയെ ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട്. ഒരു 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു സമയമായിട്ടില്ല. ശരി പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു മണ്ഡപന്മാർ ഭാഗത്തുണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് നേരം കടന്നിട്ട് ഒരു 11:30 മണിക്ക് കാണിച്ച് ഊണ് കഴിക്കാനുള്ള വരിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ തിരക്ക് അവിടെ ഇല്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ 12 മണിയാകുമ്പോഴേക്കും നമ്മൾ ശാപ്പാട്ടിൻ്റെ ഭാഗത്തെത്തി. നല്ല ഒന്നാം തരം ശാപ്പാട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ മുമ്പത്തെ ഞാൻ അവിടെ പോയി ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2 ഐറ്റം കറി, ശാപ്പാട്, അതൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം മാറ്റം വന്നത് പപ്പടം വന്നിരിക്കണു, കൂടെ പായസം വന്നിരിക്കണു. പായസമൊന്നും ഉണ്ടായിരുന്നില്ല. പായസം, പപ്പടം, അച്ചാർ തരുന്നുണ്ട്. നല്ല കാര്യങ്ങൾ നീറ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് നിറയെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിരി സമയം, അതായത് 1 മണിക്കൂറോളം ഒരു ട്രിപ്പ് ഊണ് കഴിക്കാൻ ഒരു ആൾക്കാരെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് നമ്മൾ കടത്തി വിടണമെങ്കിൽ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവർ കുറച്ചുകൂടി സ്പീഡാക്കി, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ കടത്തി വിടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നമുക്കവിടെ കണ്ടത് അവിടുത്തെ ഭരണം നന്നായി നടക്കുന്നുണ്ട്. അതായത് ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി നടക്കുന്നുണ്ട്. ഭക്തരാണ് കുറച്ച് പ്രശ്നം. ഇപ്പോൾ ഭസ്മം വാങ്ങിയിട്ട് അവിടെ ഇവിടെ ഇടുക. പിന്നെ അവിടെ ഈ നല്ല നല്ല തൂണുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ തൂണുകളൊക്കെ ഈ നടന്നു വരുന്ന വഴിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ വെയിലുള്ളണ്ടിരിക്കാൻ. ഇതിലൊക്കെ കിറുക്കി വയ്ക്കുക, ഓരോന്ന് എഴുതിയിട്ടും പിടിച്ചിട്ടും അതിനെ ഓരോ ഭാഗത്ത് പൊട്ടിച്ചിട്ടും ഇങ്ങനെയൊക്കെ ജനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടത് ഒരു ചെറിയ കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ പറ്റി. അപ്പോൾ കുട്ടീൻ്റെ കൂടെ നിൽക്കുന്നത് അവരുടെ വലിയമ്മയാരാണ്. ആ സ്ത്രീ പെട്ടെന്ന് മറ്റേ പഴനിമലയുടെ മുകളിലത്തെ കാര്യം ഞാൻ പറയണം. ആ സ്ത്രീ പെട്ടെന്ന് ആ കുട്ടീനെ താഴ്ത്തിറക്കി ട്രൗസർ ഊരി അവിടെ തന്നെ മൂത്രമൊഴിച്ചു ആ കുട്ടി. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ നമ്മൾ പോണവർ ഒന്നുകൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ
എല്ലാ ഭാഗവും ക്ലിയറാണ്. അവർ നന്നായി നടത്തുന്നുണ്ട് ഇപ്പോൾ. പിന്നെ താഴത്ത് വരുമ്പോൾ ഫ്രീ ബസ് ഉണ്ട് ഇപ്പോൾ. ചെറിയ ബസ്, ഓപ്പൺ ബസ്സില്ലേ, അതിൽ ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് ആൾക്കാരെ കൊണ്ടുവിടും. അങ്ങനെ ഒരു 3-4 ബസ്സുകൾ ഞാൻ അവിടെ കണ്ടു. ഈ ഗിരിവലം ചുറ്റുന്ന ആ ഭാഗത്താണ് ഇത് നടക്കുന്നത്. ആകെ മൊത്തം ക്ലീനിങ് നമുക്ക് നന്നായിട്ടുണ്ട്. പോകാൻ ദർശന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നലെ പഴനിക്ക് പോയത്. ഓക്കെ.